ഇന്ന് 3 സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഈ 3 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിരിക്കാൻ വഴിയില്ല. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിൽ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫൈബേഴ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതൊക്കെയുള്ള ഒരു ബാലൻസ് മീലാണ്. ഇത് കഴിച്ചാൽ നിങ്ങളുടെ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കും. ഓരോന്നും ഏകദേശം എത്ര കഴിക്കണമെന്നും കൂടി പറയാം. നമ്മൾ ഓരോ ഭക്ഷണത്തിൻ്റെയും ന്യൂട്രീഷൻ വാല്യൂ, അതായത് പോഷക ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസിപ്പി പരിചയപ്പെടാം. ചിരങ്ങ അല്ലെങ്കിൽ ചുരക്ക എന്നാണ് ഇതിൻ്റെ പേര്. ഇതെടുക്കുക, ഇളയതാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ചിരങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ വിഭവം ഇഷ്ടമായിരിക്കും. ഈ ചിരങ്ങയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, ഇങ്ങനെ ഒരുപാട് പോഷക മൂല്യമുള്ള ഒരു പച്ചക്കറിയാണിത്. നമുക്ക് ഒരു കപ്പ് നമുക്കിത് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അരിയുമ്പോൾ അതിൻ്റെ നീരൊക്കെ ഉണ്ടാവും, അതൊന്നും കളയരുത്. നേരെ ഒരു ബൗളിലേക്ക് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ റവ എടുക്കുക. രാവിലെ തന്നെ പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ പച്ചക്കറി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ നല്ല ഡിഷായിരിക്കും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ സലാഡൊക്കെ കഴിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കൊന്നും മടുപ്പുണ്ടാവാതെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. ഈ കടലപ്പൊടി 4 ടീസ്പൂൺ എടുക്കുക. അത് നമ്മുടെ മാവിനെ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ റവയിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫൈബേഴ്സും ഒക്കെ കിട്ടും. ഈ കടൽപ്പൊടിയിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസ് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിരങ്ങ അല്ലെങ്കിൽ ചുരക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇടുക. 1 ടീസ്പൂൺ പച്ചമുളക്, 1 ടീസ്പൂൺ മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി. ഈ ജീരകമൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഈ ചിരങ്ങയിലെ വെള്ളമൊന്നും അങ്ങനെ പുറത്തേക്ക് വരില്ല. പക്ഷേ കുറച്ച് നേരം അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ചിരങ്ങയിൽ 90% വെള്ളമാണ്, ബാക്കി 10% ഫൈബർ ഉള്ളത്. അപ്പോൾ ആ മാവിലേക്ക് വെള്ളമൊക്കെ വന്നിട്ട് ആ മാവ് നന്നായിട്ട് കുഴയാൻ തുടങ്ങും. അപ്പോൾ ഈ നന്നായി കുഴച്ചത് പിന്നീട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അത് നല്ല മാവാക്കി മാറ്റുക. ഈ മാവ് നല്ല കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കറക്റ്റ് ആക്കണമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് റവയോ ഈ കടലപ്പൊടിയോ ഒക്കെ പിന്നീട് ചേർത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. ഇത് കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു 2 മണിക്കൂർ മതിയാവും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് തവയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റും. വളരെ കട്ടിയായിട്ടല്ല ഉണ്ടാക്കേണ്ടത്. ഞാൻ ഈ കാണിച്ച പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. അപ്പോൾ തവ നമ്മുടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടിയിട്ട് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ മതി. അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം ഒരു 2 ടീസ്പൂണൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പോർഷൻ കൺട്രോൾ വളരെ ഈസി ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കതിൽ പനീർ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നമുക്കതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് സീഡ്സ് എപ്പോഴും പോഷക മൂല്യങ്ങൾ കൂടുതലുള്ളതാ അല്ലേ? അത് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. കുറച്ചുകൂടി അതിൻ്റെ പോഷക മൂല്യങ്ങളും കൂടും. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ട് അതൊന്ന് മറിച്ചിടുക. ഇങ്ങനെ വേവിച്ച് ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ഫ്രഷ് മീൻ ചട്നിയുടെ കൂടെ, മല്ലിയില കൊണ്ട് നല്ല ചട്നി ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതൊരു ഏകദേശം 400 കലോറിയാണ് വരുന്നുണ്ടാവുക. ഇതിൽ വെജിറ്റബിൾസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, 2 പ്രോട്ടീൻ സോഴ്സ് ഉണ്ട് അല്ലേ? കടലപ്പൊടിയിലും പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ പനീറിലും പ്രോട്ടീൻ ഉണ്ട്, റവയുണ്ട്. അങ്ങനെ നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. കാണാൻ അത്ര വലുപ്പമില്ലെങ്കിലും പക്ഷേ ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വിശപ്പ് മാറി കിട്ടും. പിന്നീട് വിശക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വിഭവത്തെക്കുറിച്ച് പറഞ്ഞാലോ? അടുത്തത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് പരിപ്പ് എടുക്കുക.
ഒരു 2 മണിക്കൂർ അത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. പരിപ്പ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഒന്നല്ലേ, അത് മറ്റുള്ള ഭക്ഷണത്തിലൊന്നും കൂട്ടിയാൽ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഈ വിഭവം നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ട് കുതിർന്നിട്ട് അത് മറ്റൊരു ബൗളിലേക്ക് വെള്ളമൊക്കെ മാറ്റി വെക്കുക. അതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ദഹനത്തെ മെച്ചപ്പെടുത്തും. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനൊക്കെ ആവശ്യമുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, അതേപോലെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ജീരകപ്പൊടിയും കുരുമുളകൊന്നും ഒഴിവാക്കരുതെന്ന് പറഞ്ഞു, കാരണം അതൊക്കെ നമ്മുടെ ദഹനത്തെ കൂട്ടുന്ന കാര്യങ്ങളാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം സവാളയിലൊക്കെ ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അത് താനെ തന്നെ ആ സവാളയിലെ വെള്ളമൊക്കെ ചേർന്നിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഈ കൺസിസ്റ്റൻസി ആയിട്ട് റെഡി ആയിട്ട് വരും. ഇനി നമുക്ക് ഈ ഷേപ്പിൽ ഒരു ഏകദേശം വൃത്തത്തിൽ ആക്കിയെടുക്കണം. അധികം തിന്നാവാതെയൊക്കെ ശ്രദ്ധിക്കാം. കുറച്ച് കട്ടിയിൽ നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് തവ എടുക്കണം. അതിൽ ഓയിലാക്കിയിട്ട്, ഇരുമ്പ് തവയാണ് നല്ലതെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരിക്കും. ഇതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്നും കഴിക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എന്നാൽ ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 2 വിഭവങ്ങൾ പറഞ്ഞു അല്ലേ, രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് മറ്റൊരു ഡിഷാണ്. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അടുത്തത്, എഗ് റോള്. അതാദ്യം നമുക്ക് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ 2 എഗ്ഗ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പിടുക, കുരുമുളക് ഇടുക. നിങ്ങൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഓംലെറ്റ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ടാവും. എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ഓംലെറ്റ് അത്രത്തോളം സ്മൂത്ത് ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പോഷകമൂല്യമുള്ള ഭാഗം. നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ഒരു ബട്ടർ ഇടുക. അതൊന്ന് ചെറുതായിട്ട് ചൂടായിക്കോട്ടെ. എന്നിട്ട് ചീര ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മറ്റു വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്യണം. സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നല്ല ബ്ലാക്ക് ഒലീവ്സ് കിട്ടാറുണ്ട് അല്ലേ, അത് കിട്ടുന്നത് അത് ഓപ്ഷണലാണ്. കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഓംലെറ്റ് നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ, അതൊന്ന് വേവിച്ചെടുക്കണം. എഗ്ഗ് നല്ലൊരു പ്രോട്ടീനാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ എഗ്ഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പോഷക മൂല്യമുള്ള ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ് എഗ്ഗ്. അപ്പോൾ ഇത് ഓവർ കുക്ക് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓംലെറ്റിൻ്റെ 2 ഭാഗവും ഒരു പാകം വേവാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് എഗ് റോളായിട്ട് കഴിക്കാൻ പറ്റും. ഇത് നല്ല വയറിന് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ഇത് കഴിച്ചാൽ ഒരു 10 മണി 11 മണി വരെ ഒന്നും വിശക്കില്ല. കാരണം അതിൽ പ്രോട്ടീന് വേണ്ടിയിട്ട് എഗ്ഗ് ഉണ്ട്. പിന്നെ അതിനുള്ളിൽ നല്ലോണം വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ഫൈബേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ന്യൂട്രീഷനുള്ള പോഷക മൂല്യമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ വയറ് ഫില്ലാക്കാൻ നമ്മളെ സഹായിക്കും, നമ്മുടെ വെയിറ്റ് ലോസിനെയും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ബ്രേക്ക്ഫാസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. 3 വെറൈറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകൾ നമ്മുടെ മക്കൾക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക്